വെൽക്കം ബാക്ക് ടു നിർഭയ സെൻറ്റർ ഫോർ ലേണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. എന്താണ് സെൻസ്? നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. അതായത് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ തിരിച്ചറിയുക എന്നതാണിത്. തിരിച്ചറിയുക മാത്രമല്ല, അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ടും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നത് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് സിസ്റ്റംസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ബോഡി പാർട്സ്, അതായത് ഓർഗൻസും നമ്മൾ സെൻസിനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തോ അതാണ് സ്റ്റിമുലൈ. സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം ഈസ് നോൺ ആസ് സ്റ്റിമുലൈ. സ്റ്റിമുലൈ 2 തരത്തിലുണ്ട്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. ഓക്കെ, നമ്മൾ ഈ നോക്കുന്നത് റിസപ്റ്റേഴ്സാണ്. അതായത് നമുക്ക് കിട്ടുന്ന സെൻസിനെ അല്ലെങ്കിൽ അത് സ്റ്റിമുലൈ നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസിലും ബോഡിയുടെ അതർ പാർട്സിലും സ്പെഷ്യലായിട്ടുള്ള സെൽസുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് റിസപ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ സ്കിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നമ്മൾ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തെങ്കിൽ ആ ടച്ച് ചെയ്ത ഭാഗത്ത് നമുക്കത് സെൻസ് ചെയ്യണം അല്ലേ, അത് എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസുകളെ നമ്മൾ പറയും റിസപ്റ്റേഴ്സ്. ഇൻ കേസ് നമ്മൾ ചൂടുള്ള ബിരിയാണി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ആ സ്മെല്ലിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നോസിലുണ്ടാവുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസുകളെ നമ്മൾ പറയും റിസപ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ സെൻസ് ഓർഗൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ അതർ പാർട്സിലും ഇത്തരത്തിലുള്ള റിസപ്റ്റേഴ്സുകളുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസുകളുണ്ട്. ഇതാണ് റിസപ്റ്റേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റിമുലയും റിസപ്റ്റേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിൻ്റെ പാത്ത് വേണമെങ്കിൽ ആരോ മാർക്കിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഞാനൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അതായത് നമ്മുടെ മുൻപിൽ ഒരു റോസാപ്പൂ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കണ്ണ് അതിന് കാണുന്നു. നമുക്കറിയാം ഐസ് എന്ന് പറയുന്നത് സെൻസ് ഓർഗനാണ് അല്ലേ. അപ്പോൾ ഈ ഐസിൽ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അവിടെ ഒരു മെസ്സേജ് ഉണ്ടാക്കും. ഒരു ഇമേജ് കാണുന്നുണ്ടെന്ന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും മെസ്സേജ്. ബ്രെയിൻ തിരിച്ചതിന് റെസ്പോണ്ട് ചെയ്യും, അതൊരു റോസാപ്പൂവാണെന്ന്. ഇത്തരത്തിൽ സ്റ്റിമുലൈസേഷൻ, റിസപ്റ്റേഴ്സ്, ഇമ്പൾസസ്, ബ്രെയിൻ റെസ്പോൺസ്, ഇങ്ങനെയാണ് ഒരു പാത്വേ എന്ന് പറയുന്നത് കേട്ടോ. അതായത് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. റെസ്പോൺസ് ഓക്കേഴ്സ് വെൻ ഇമ്പൾസ് ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ ഇമ്പൾസിൻ്റെ കേസ് പറഞ്ഞല്ലേ, ഇമ്പൾസ് മെസ്സേജ് ബ്രെയിനിലോട്ട് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആരായിരിക്കും ഇത് കൊണ്ടുപോകുന്നുണ്ടാവുക? അതറിയണ്ടേ. അത്തരത്തിലുള്ള ഫങ്ഷനുള്ള ആളാണ് നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് എന്നിവരാണ് പാർട്സ് ആയിട്ടുള്ളത്. എന്നാൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ഒരെണ്ണമുണ്ട്, അതാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ പിക്ചറിൽ കാണുന്നതാണ് ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ്. ഇതൊരു ന്യൂറോണാണ്. ന്യൂറോണിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും എപ്പോഴും സൈറ്റോപ്ലാസം കാണുന്നുണ്ടാവും ലിക്വിഡ് ഫോമായിട്ട്. ദെൻ അതർ ഈസ് സെൽ ബോഡിയാണ്. ഓക്കെ, ഈ സെൽ ബോഡിയിൽ നിന്ന് കുറേ ഫിലമെൻറ്റ്സ് ഇങ്ങനെ കാണുന്നുണ്ടാവും. കണ്ടോ, ഇത് ഓരോ മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് പറയാം. ഓരോ ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ബ്രാഞ്ചസുകൾ നമ്മൾ പറയും ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോൺസ് തന്നെ വീണ്ടും ടിപ്പിലേക്ക് എത്തുമ്പോൾ സബ് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ അതിനെ പറയും ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഹെഡ് പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽ ബോഡി. ഓക്കെ, ഈ സെൽ ബോഡി വീണ്ടും വലിയൊരു ഫിലമെൻ്റ് ആയിട്ട് നീങ്ങി പോകുന്നുണ്ട്. കണ്ടോ, സെൻറ്ററിലൂടെ പോകുന്നത് കണ്ടോ, അതിനെ നമ്മൾ പറയും ആക്സോൺ. ഓക്കെ, സെൽ ബോഡി ലോങ് ഫിലമെൻ്റ് ആയിട്ട് മാറുന്നതിന് നമ്മൾ പറയും ആക്സോൺ എന്ന്. ഈ ആക്സോൺസ് നേരെ പോയി കഴിഞ്ഞാൽ വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെ നമ്മൾ പറയും ആക്സോണൈറ്റ്. ഓക്കെ, ഈ ആക്സോണൈറ്റിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു നോബ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നോബുകളിൽ നമ്മൾ പറയുന്ന പേര് സിനാപ്റ്റിക് നോബാണ്. ഇതാണ് ഒരു ന്യൂറോണിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ന്യൂറോണിൻ്റെ എൻഡിങ് എത്തുന്നത് സിനാപ്റ്റിക് നോബിലാണ്. ഇതതിൻ്റെ ഹെഡ് പോർഷനാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ന്യൂക്ലിയസ്, ദെൻ സെൽ ബോഡിയിൽ നിന്നും
ബ്രാഞ്ചസുകളായിട്ട് മാറുന്നതിന് നമ്മൾ പറയും ഡെൻഡ്രോൺ. അത് വീണ്ടും സബ് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്ന ഡെൻഡ്രൈറ്റ് ആണ്. ഈ സെൽ ബോഡി ലോങ് ഫിലമെൻ്റ് ആയിട്ട് മാറുന്നത് ആക്സോൺ ആണ്. ഈ ആക്സോൺ വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നത് എവിടേക്കാണ്? ആക്സോണൈറ്റ്സ് ആണ്. ആക്സോണൈറ്റിന് ഏറ്റവും ടിപ്പിലായിട്ട് നമ്മൾ കാണുന്നത് സിനാപ്റ്റിക് നോബ്സ് ആണ്. ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമിന് സാധാരണ ഇത് വരച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് അതിലേതെങ്കിലും പാർട്സുകൾ മാർക്ക് ചെയ്യാനായിട്ട് പറയും. ഇനി ഇതിൽ ഓരോ ആളുകൾക്കുമുള്ള എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. നമ്മൾ ഡെൻഡ്രൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൻഡ്രൈറ്റ് ഇതേപോലെ അപ്പുറത്ത് ഒരു ന്യൂറോൺ കൂടി ഉണ്ടാവും. ആ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബായിരിക്കും ഡെൻഡ്രൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്ന് വരുന്ന ഇമ്പൾസിനെ ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത ഇമ്പൾസിനെ നമ്മൾ ഡെൻഡ്രോണിലേക്ക് പാസ് ചെയ്യും. ഡെൻഡ്രോൺ എന്ത് ചെയ്യും? അതിനെ സെൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെൽ ബോഡി ദെൻ മൂവിങ് ഇൻ ടു ദ ആക്സോൺ. ഈ ആക്സോൺ പിന്നെ എന്ത് ചെയ്യും? ഈ ഇമ്പൾസിനെ ആക്സോണൈറ്റിലേക്ക് പാസ് ചെയ്യും. ആക്സോണൈറ്റ് ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് നേരെ എത്തിക്കുന്നത് സിനാപ്റ്റിക് നോബിലായിരിക്കും. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യും. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിന് സെക്രീഷനാണ് സിനാപ്റ്റിക് നോബിൻ്റെ ഡ്യൂട്ടി. ഓക്കെ. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഫങ്ഷൻസും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് കണ്ടോ, സാധാരണ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യത്തിൻ്റെ ഒരു ടൈപ്പാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. പാർട്ട് വിച്ച് റിസീവ്സ് ഇമ്പൾസസ് എന്നാണ് ചോദ്യം. ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഏത്? ഡെൻഡ്രൈറ്റ്സ് നമുക്കറിയാം. പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സെൽ ബോഡി ആക്സോൺ ആണ്. പാർട്ട് വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബാണ് ഉത്തരം. അപ്പോൾ ന്യൂറോണിൻ്റെ പാർട്സും ഫങ്ഷൻസും ചിത്രവും അറിഞ്ഞിരിക്കണം, വരയ്ക്കാൻ അറിയണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാൻ ഇത്രയും ഭാഗമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗത്തിൽ കാണാം. താങ്ക് യു.